ഹലോ ഗായ്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പത്തില തോരനാണ്. പത്തില പറിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നു. ഇനി നമുക്കത് നന്നായിട്ട് കഴുകി ഒന്ന് അരിഞ്ഞെടുക്കാം. കഴുകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, ഇപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ നിറച്ച് മണ്ണൊക്കെ ഉണ്ടാവും. നന്നായിട്ട് വൃത്തിയായി കഴുകിയെടുക്കണം. ഒരുമിച്ച് തന്നെ നമുക്കത് അരിഞ്ഞെടുക്കാം. അരിഞ്ഞെടുത്തതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുകാണ് പൊട്ടിച്ചത്. കടുക് പൊട്ടി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് അരി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അത് നന്നായി പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് കുറച്ച് വെള്ള കാന്താരിയും കുറച്ച് പച്ച കാന്താരിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതൊന്ന് വഴണ്ടി വരണം. ബ്രൗൺ കളറൊന്നും ആവണ്ട. ഒന്ന് വഴണ്ടി വന്നു കഴിയുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച ഈ ഇലകളൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അത് ചേർത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. വളരെ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതെല്ലാം അവിടത്തേക്ക് ആവുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇലകളായതുകൊണ്ട് തന്നെ പെട്ടെന്നത് വഴണ്ടി വരും കേട്ടോ. പെട്ടെന്നാവും. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ചിരകി വച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കാം. ഒരു പിടി മതി. അതിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഡ്രൈ ആവുന്നവരെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇത് നമുക്ക് കഞ്ഞിയുടെ കൂടെ